ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മുൻകോപികൾ, കുറേ നാളായിട്ട് വൈരാഗ്യം കൊണ്ട് നടക്കുന്നവർ, പരസ്പരം മിണ്ടാതെ ഇരിക്കുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ വളരെ ശാന്ത സ്വഭാവവും അതുപോലെ തന്നെ എല്ലാവരെയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ സെമിനാരിൽ വന്നപ്പോൾ എന്തോ വലിയ മാറ്റം എനിക്കുണ്ടായി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. സെമിനാരി കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള സഹോദരന്മാരെ പിന്നെ കളിയാക്കുക, ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അങ്ങനെ പല ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന്. ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഡയറക്ടർമാരിൽ നിന്ന് വഴക്ക് കേട്ടത് ഇങ്ങനെ എൻ്റെ കോപം നിയന്ത്രിക്കണമെന്നുള്ള ഇതിനു വേണ്ടിയായിരിക്കും. പലപ്പോഴും ഇവാലുവേഷനൊക്കെ അതിനെക്കുറിച്ചാണ് എന്നോട് എൻ്റെ ഫോർമേറ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളത്. എടുത്ത് ചാടി ചൂടാവുക, എടുത്ത് ചാടി കോപിക്കുക. ഇപ്പോഴും പിന്നെ കുറേ പേര് പണ്ടത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കളിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ പ്രശ്നം പതിയെ പതിയെ എന്നിൽ കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഒരിക്കൽ എന്തോ കാര്യത്തിന് ഇങ്ങനെ അമിതമായിട്ട് ഒരു സഹോദരനോട് ചൂടായപ്പോൾ അത് കണ്ടു നിന്ന ഒരാത്മായൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ കോപിക്കുന്ന സ്വഭാവം ഇടയ്ക്കിടയ്ക്കുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ക്ഷമയെക്കുറിച്ച് കേട്ടാലും എത്ര ക്ഷമയെക്കുറിച്ച് നമ്മൾ വായിച്ചാലും ഈ കോപത്തിൻ്റെ ഈ അഗ്നി അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം ബൈബിളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. എന്നിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ്, അച്ഛൻ ബൈബിൾ എടുത്തിട്ട് പരിശുദ്ധ അമ്മ വന്നിട്ടുള്ള സന്ദർശിച്ചിട്ടുള്ള ഭവനങ്ങളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. ഞാനതിങ്ങനെ മനസ്സിലിട്ടു. വൈകുന്നേരം എൻ്റെ റൂമിൽ ആയിരുന്നപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറച്ചുകൂടെ വായിക്കാൻ നോക്കി. ലൂക്കാ സുവിശേഷത്തിലാണല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം എടുത്ത് വെച്ച് വായിച്ചു. അങ്ങനെ വായിച്ച് വന്നപ്പോഴൊന്നും എനിക്ക് മനസ്സിലായി, ആദ്യമായിട്ട് അമ്മ കടന്നു വന്ന ഭവനം നിങ്ങൾക്കറിയാം, അത് വേറൊരു ഭവനവുമല്ല, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ തന്നെയാണ്. തിരുക്കുടുംബം. നമ്മുടെ എല്ലാം വീട്ടിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വീടെന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർക്ക് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലഹിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. ചിലർക്ക് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. ചിലരെ സംബന്ധിച്ച് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയുന്നത് മാത്രം നടപ്പാക്കാനുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ വീടെന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ വീടും, നമ്മളിപ്പം പല വീട്ടിൽ താമസിച്ചാലും ഓരോ വീടും വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളിലൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം. എന്തുകൊണ്ടും ഈ ഇഷ്ടപ്പെടുന്ന ഈ വീട് നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അവിടെ കലഹത്തിൻ്റെ ഒരു വിത്താണോ ഞാൻ എൻ്റെ വീട്ടിൽ പാകിയിരിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വിത്താണോ പാകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ വിത്താണോ? ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പ്രായമായ അപ്പനോ അമ്മയോ മാത്രം താമസിക്കുന്ന വീട്, അവിടെ അവരുടേതായിട്ടുള്ള രോഗത്തിൻ്റെ കുറേ അസ്വസ്ഥതകളൊക്കെ നിറഞ്ഞിങ്ങനെ ജീവിക്കുന്നു. സന്തോഷം ഒട്ടുമില്ല. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതൊക്കെ വീടെടുത്ത് നോക്കിയാലും ഏതൊക്കെ വ്യക്തികളെടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്തോഷമില്ലായ്മ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ അതെങ്ങനെ മാറ്റിയെടുക്കാം? അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. പരിശുദ്ധ അമ്മ വന്നിട്ടുള്ള വീടുകളെല്ലാം ഓരോന്നോരോന്ന് എടുത്ത് നോക്കിയാൽ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. നസ്രത്തിലെ കുടുംബത്തെ നോക്കുക. പരാതി പറയുവാനായിരുന്നെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്.
സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് സൗകര്യം ഏർപ്പെടുത്തി തരാത്ത ഭർത്താവ് മുതൽ പിന്നെ അന്ന് രാത്രി തന്നെയുള്ള പലായനം, ഇങ്ങനെ ഒരുപാട് പീഡകളുടെ കാലഘട്ടം. ഇതിനൊക്കെ മറുപടിയായിട്ട് മാതാവ് ചെയ്തത് നസ്രത്തിലെ തിരുക്കുടുംബത്തെ തിരുക്കുടുംബമാക്കി എന്നുള്ളതാണ്. പരാതികളൊന്നും പറയാതെ, പരിഭവമൊന്നുമില്ലാതെ, കിട്ടിയതിന് ഒക്കെ മിതത്വം പാലിച്ച് ഇതൊക്കെ മതി, സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തോടെ കുടുംബത്തെ സ്വർഗമാക്കി തീർത്തത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധി അമ്മയാണ്. വീണ്ടും ഞാനിങ്ങനെ മാതാവിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കണ്ടെത്തി, മാതാവ് രണ്ടാമത് സന്ദർശിച്ച ഒരു ഭവനം എന്ന് പറയുന്നത് അത് സക്കറിയായുടെ ഭവനമാണ്. സക്കറിയയുടെ ഭവനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, സക്കറിയ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മാതാവ് വരുമ്പോൾ എന്തായിരുന്നു, ദൈവം പറഞ്ഞ വാക്ക് ഇച്ചിരി അവിശ്വസിച്ച ഒരു പുരോഹിതൻ മൂകനായി കഴിയേണ്ടി വരികയാണ്. നാളുകൾക്ക് ശേഷം തൻ്റെ ഭാര്യ ഗർഭം ധരിച്ച അവസ്ഥയിൽ ആ സന്തോഷം 4 പേരോട് പറയാൻ പറ്റാതെ മൂകനായി തീർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട്ടിലേക്ക് വരുന്നവരോട് ഇത്രയും നാളും വാതോറാതെ സംസാരിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആരാണേലും ദൈവത്തെ ശപിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ്. പക്ഷേ ആ അരക്ഷിതാവസ്ഥയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ മാതാവ് കയറി വരികയാണ്. മാതാവിൻ്റെ ആ സാന്നിധ്യം എലിസബത്തിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുവെങ്കിലും സക്കറിയായെയും അത് കുറേ മാറ്റുന്നുണ്ട്. അവൻ്റെ പിരിമുറുക്കങ്ങളെയും അതുപോലെ തന്നെ ഈ അസ്വസ്ഥതകളെയും ഒക്കെ ഏറെക്കുറെ മാതാവ് സഹായിച്ച് മാറ്റിയെടുക്കുകയാണ്. മാതാവ് അവിടെ ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ശുശ്രൂഷനെ കുറിച്ച് പറയുക ഇങ്ങനെയാണ്, മാതാവ് അവിടെ നിന്നിട്ട് വരുന്നവരെയെല്ലാം വെൽക്കം ചെയ്യുന്ന, ഇവരുടെ കുടുംബാംഗത്തെ പോലെ അവരെ സ്വീകരിക്കുന്ന, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, സക്രിയയ്ക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വലിയൊരു വ്യക്തിത്വമായി അവിടെ നിൽക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാതാവ് തിരിച്ചു പോകുമ്പോഴത്തേക്കും സക്രിയയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി ആ ഭവനവും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭവനമായിട്ട് മാറുന്നു. പിന്നെ ബൈബിളിൽ നമ്മൾ മാതാവ് സന്ദർശിക്കുന്നൊരു ഭവനം കാണുന്നത് അത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. ഈ ഓരോ കുടുംബത്തെയും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ മാതാവിൻ്റെ ഈ ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ശുശ്രൂഷയുടെ ഇടയ്ക്കാണെങ്കിലും ക്ഷമിച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിന് വന്നിട്ട് മാതാവ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാതാവ് തിരിച്ചറിയുന്നുണ്ട് അവിടെ വീഞ്ഞ് തീർന്നുപോയി. ആകപ്പാടെ ആശ്രയിക്കാൻ പറ്റിയ പുത്രൻ അവിടെ ഉണ്ടെന്ന് അവൾക്കറിയാം. അവൾ ചെന്ന് സമീപിക്കുമ്പോൾ പുത്രനോട് അധികാരത്തോടെ പറയുകയാണ്, എടാ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എടുത്തടിച്ച് ഈശോ പറയുന്ന ഉത്തരം ഏതൊരു അമ്മേനെയും സങ്കടപ്പെടുത്തും. പക്ഷെ മാതാവിന് അത് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, ആ ഒരു വാചകമാണ് ഈശോ ചോദിക്കുന്നത്. അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിന് ഇടപെടുന്നു എന്നാണ് നേരെ ഈശോ ചോദിക്കുന്ന ചോദ്യം. അല്ലെങ്കിൽ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന പുത്രനെ മാതാവ് പതിയെ രഹസ്യത്തിൽ അവിടെ റൂമിലാക്കിയിട്ട് പരിചാരകരൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ അവിടെ ഈശോയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കുടുക്കിയെന്ന് പറയുക. എന്നിട്ട് മാതാവ് പറയുകയാണ്, നോക്ക് അവൻ പറയുന്നത് പോലെ ചെയ്തു, നിങ്ങൾക്ക് പരിഹാരം കിട്ടും. അപ്പോൾ ഈശോയ്ക്ക് ഇത് മനസ്സിലായി, മാതാവ് അത്രമേൽ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഈശോ അത് ചെയ്തു കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ മാതാവ് അവിടെയും ഈ മകൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും അവനോട് ഞാനാണ് നിന്നെ വളർത്തിയത്, നിൻ്റെ അമ്മയാണ് പറയുന്നത് ചെയ്യടാ, അങ്ങനെയൊന്നും രീതിയിൽ സാധാരണ അമ്മമാർ പറയുന്ന ഒരു ചൂടാകലിൻ്റെ ഒരു ഭാഷയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാൻ മേലാത്ത വിധം മകൻ വളർന്നു പോയോ എന്നുള്ളൊരു ദുഃഖം അനുഭവിക്കലോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എത്രയോ വിശാലമായിട്ട് ഇങ്ങനെ ക്ഷമിക്കുകയാണ് മാതാവ്. വീണ്ടും നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ, ശിഷ്യനായിട്ടുള്ള യോഹന്നാൻ ഈശോയുടെ ശരീരമൊക്കെ ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിക്കഴിഞ്ഞ് ഈശോനെ അടക്കിയതിന് ശേഷം മാതാവിൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ മറ്റൊരമ്മയുണ്ട്, സെബദി പുത്രന്മാരുടെ അമ്മ. ഈ അമ്മ ആദ്യം
ഈശോയുടെ അടുത്ത് വരുന്നുണ്ട്. വരുമ്പോൾ അമ്മയുടെയും പുത്രന്മാരുടെയും ഏക ഉദ്ദേശം സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുക എന്നുള്ളതാണ്. അമ്മ വന്നിട്ട് ഈശോനെ കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കണം, ബാക്കി 10 പേരെ മാറ്റി നിർത്തണമെന്നാണ് അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. നീ ഒരു രാജാവാകുവാണെങ്കിൽ, നീ ഇവിടുത്തെ വലിയൊരു പ്രധാനപ്പെട്ട ആളാവുകയാണെങ്കിൽ ഇവരപ്പുറം ഇപ്പുറം ഇരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി. അങ്ങനെയുള്ളൊരു അമ്മയുടെ അടുത്തേക്കാണ് ഈ യോഹന്നാൻ പരിശുദ്ധ കന്യാമറിയത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ ഭവനത്തെക്കുറിച്ച് പറയുക, അത്തരം സ്വഭാവങ്ങൾക്കൊക്കെ വലിയ മാറ്റം അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ടായെന്ന. തുടർന്ന് നമുക്ക് യോഹന്നാനിൽ ഈ മാറ്റം കാണാൻ സാധിക്കും. അതായത് പ്രശസ്തനാകണമെന്ന് ആഗ്രഹിക്കുന്ന യോഹന്നാൻ ഈശോ ഉയർത്തി എഴുന്നേറ്റു എന്നുള്ള വാർത്ത കേട്ട് കഴിയുമ്പോൾ കല്ലറയിലേക്ക് ഓടുകയാണ്. പത്രോസും യോഹന്നാനും കൂടി ഓടുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ കവാടം വരെ ഓടി യോഹന്നാൻ. കവാടത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ യോഹന്നാന് പെട്ടെന്ന് നിൽക്കുകയാണ്, അകത്ത് കയറാതെ. ആദ്യം പോയിട്ട് ഈശോനെ കാണണമെന്നുള്ള പഴയ ഉദ്ദേശത്തോടു കൂടെ പോയ യോഹന്നാൻ അവിടെ എത്തുമ്പോൾ നിൽക്കുന്നു. പ്രായമായ പത്രോസ് പുറകെ ഓടി വരുന്നത് അവൻ കാണുന്നു. അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അല്ല ഈ പ്രശസ്തി ആഗ്രഹിക്കേണ്ടത്, ആദ്യം കയറി നോക്കേണ്ടത് പത്രോസാണെന്നുള്ള ചിന്ത അവൻ അവിടെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഇത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം യോഹന്നാനുണ്ടായ ഒരു മാറ്റമാകാനാണ് സാധ്യത. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്നാമതാകണം. എനിക്ക് ആ സ്ഥാനം വേണം, എനിക്ക് ഈ സ്ഥാനം വേണം എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും യോഹന്നാനെ കുറേ മാറ്റി. അങ്ങനെ പരിശുദ്ധ അമ്മ ആ ഭവനത്തിലുണ്ട്. യോഹന്നാൻ വെയിറ്റ് ചെയ്ത് പത്രോസിനെ കയറ്റിവിടുന്നതും പത്രോസ് ആദ്യം കയറി നോക്കുന്നു, പുറകെ യോഹന്നാൻ കയറി നോക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ക്ഷമയുടെ ഈ പാഠം നമുക്കെല്ലാവർക്കും സ്വന്തമാക്കാം. മാതാവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിശയകരമായിട്ട് തോന്നിയൊരു ഭാഗം കൂടെ ബൈബിളിലുണ്ട്. വേറൊന്നുമല്ല, അത് ഈശോയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പരാതികൾ മാതാവ് കേൾക്കുകയാണ്. ഈശോ ഇങ്ങനെ പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവൻ വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള വലിയ 2 പിശാചുകളെ പന്നികളിലേക്ക് ആവേശിപ്പിച്ചു. എന്തായാലും പരിശുദ്ധ കന്യാമറിയത്തിനും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോയെ കാണാൻ കൊതി തോന്നി. ഈശോ വന്നിട്ട് കുറേ നാളുകളായി. അങ്ങനെയാണ് അമ്മ ഈ സഹോദരന്മാരെയും കൂട്ടിയിട്ട് പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ വലിയ ജനക്കൂട്ടമാണ്, തൊട്ടടുത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അകലെ നിന്നിട്ട് ഇങ്ങനെ ഈശോയുടെ വാക്കുകളൊക്കെ കേൾക്കുകയും ദൂരത്തായിട്ട് ഈശോനെ കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഏതോ ശിഷ്യൻ അടുത്തോട് വന്നപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ശിഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് മാതാവും മറ്റുള്ള ബന്ധുക്കളും പറയുകയാണ്, ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് പറ. ആ ശിഷ്യൻ ചെന്നിട്ട് ഈശോനെ സമീപിച്ച് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു. എത്ര വലിയ ഗുരുവാണെങ്കിലും ഈ ഒരു സമയത്ത് അവരെ ഒന്ന് അടുത്തേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് അവരെ കാണാനോ ഒക്കെ ശ്രമിക്കും. കാരണം ആകപ്പാടെ ജീവിച്ചിരിക്കുന്ന അമ്മ, അപ്പനായിട്ടുള്ള യോസേപ്പ് പിതാവ് പണ്ടേ മരിച്ചു എന്ന് നമുക്കറിയാം. ഈശോയ്ക്കും അറിയാം അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പല ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകാറില്ല. അറിഞ്ഞു തിരിഞ്ഞ് ഈ ശിഷ്യന്മാരോട് കൂടെ നടക്കുമ്പോൾ അങ്ങനെ പോകുന്നത് വളരെ അപൂർവമാണ്. അമ്മയെ കണ്ടിട്ട് കുറേ നാളായി. എങ്കിലും പരാതിയില്ലാതെ ജീവിക്കുന്ന ഒരു അമ്മയാണ്, പോയി കാണണം. പക്ഷെ അവിടുന്ന് ഒരു അടി പോലും അനങ്ങാതെ ഈശോ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അവിടെ, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും? നമുക്ക് പോലും കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും ആ ഒരു ചോദ്യം. ഇത്ര കഷ്ടപ്പെട്ട് കാണാൻ വന്ന ഒരു അമ്മയും സഹോദരങ്ങളോടും ഈശോ ചോദിച്ച ചോദ്യം. ഒരു സാധാരണ സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മയെങ്കിൽ അന്ന് ഈശോയെ ശാസിക്കുകയും എൻ്റെ അമ്മയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നീ വളർന്നു പോയോ എന്ന് ചോദിച്ച് കലഹമുണ്ടാക്കും തീർച്ചയായിട്ടും. പക്ഷെ പരിശുദ്ധ അമ്മ അകലെ നിന്ന് ഈശോയെ നോക്കുകയാണ്. അപ്പം പുറകെ അടുത്ത് ഉത്തരം വരുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് ആരോ അവരാണ് എൻ്റെ
അമ്മയും സഹോദരനും സഹോദരിയുമെല്ലാം. പരിശുദ്ധ അമ്മ കൂടുതൽ പറയാതെ തന്നെ അകലെ നിന്ന് ഈശോനെ നോക്കിക്കണ്ടിട്ട് പോയി. കാരണം അവൻ്റെ ഉത്തരത്തിലെല്ലാം വളരെ വ്യക്തമാണ്. എന്നോട് മാത്രമായിട്ടല്ല അവൻ സംസാരിക്കുന്നത്, ലോകത്തുള്ള എല്ലാവരോടുമാണ്. അപ്പോൾ ഈ ഉത്തരം അവിടെ വളരെ ഉചിതമാണെന്ന് ഗ്രഹിച്ചു എന്നാണ് പറയുക. ക്ഷമയുടെ വലിയൊരു നിഘണ്ടു എന്ന് വേണമെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മേനെ നമുക്ക് വിശേഷിപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഒരുപക്ഷെ ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട്, ക്ഷമിക്കാൻ പറ്റാതെ, പൊറുക്കാൻ പറ്റാതെ തന്നെ ദ്രോഹിച്ചവരോടുള്ള വലിയ വലിയ വിഷമമുള്ളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ നമുക്കറിയാം, എല്ലാ പുരോഹിതരും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ആ കുർബാനയ്ക്ക് വേണ്ടി ഒരു നിയോഗം വെക്കുന്നുണ്ട്, ഒരു നിയോഗം സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് നിയോഗങ്ങൾ നമ്മളും വയ്ക്കാറുണ്ട്. നമ്മളെല്ലാവരും വയ്ക്കുന്ന നിയോഗങ്ങൾ മിക്കവാറും അത് ഓരോ കാര്യസാധ്യത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയൊക്കെ ഉള്ളതാകാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എളിമയോടെ തോറ്റ് സ്നേഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുക. ക്ഷമിച്ച് സ്നേഹിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയ ഫലം. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നിയോഗം വെക്കേണ്ടത് ഏറ്റവും ആദ്യം എനിക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ ശത്രുത എന്നിൽ നിലനിൽക്കുന്നത്, എനിക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ വെറുപ്പെന്നിൽ ഉള്ളത്, ആ വ്യക്തിനെ സമർപ്പിക്കുക നമ്മൾ തയ്യാറാവുക. ഇതും എനിക്ക് ഒരു ധ്യാനഗുരുവിലൂടെ കിട്ടിയതാണ്. ഞാൻ ആരോടെങ്കിലും കലഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും എനിക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും പിറ്റേ ദിവസത്തെ എൻ്റെ വിശുദ്ധ കുർബാന സമർപ്പിക്കേണ്ടത് മറ്റൊരു നിയോഗങ്ങൾക്കും വേണ്ടിയല്ല. എനിക്ക് മോശം വരുത്തിയ, എനിക്ക് നഷ്ടം വരുത്തിയ, എൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിനെ അപമാനിച്ച ആ കൂടപ്പിറപ്പിന്, അല്ലെങ്കിൽ ആ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ സഹോദരന് നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലും വലിയ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാനില്ല എന്ന് പറയുക. സ്നേഹമുള്ളവരെ, ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിലർക്കൊന്നും പ്രാർത്ഥനയുടെ മുമ്പിൽ ആ വ്യക്തിനെ ഓർക്കാൻ പോലും ഇഷ്ടമല്ല. അവനൊന്നും എൻ്റെ പ്രാർത്ഥന അർഹിക്കുന്നില്ല. പണ്ട് ഞാൻ ആരോടൊരു പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അച്ഛൻ എൻ്റെ ശത്രുക്കളെ അച്ഛൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാനുള്ള യോഗ്യത അവർക്കില്ല, അത്രമേൽ ദുഷ്ടന്മാരാണവർ. അതാ വ്യക്തിയുടെ ഉള്ളിലുള്ള ദേഷ്യത്തിൻ്റെ ആധിക്യം മൂലം പറയുന്നതായിരിക്കും, കഠിനമായ ദേഷ്യം മൂലം. എങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് കൊള്ളില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ മാറ്റിവെക്കേണ്ട ഒരു വ്യക്തിത്വമൊന്നും ഈ ലോകത്തില്ല. എല്ലാ ദുഷ്ടന്മാരും ജനിക്കുന്നത് നിഷ്കളങ്കരായ ശിശുക്കളായിട്ടാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അവരിലെ നിഷ്കളങ്കത എവിടെയോ വെച്ച് മാഞ്ഞുപോയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വ്യക്തി തീർച്ചയായിട്ടും അല്പമെങ്കിലും നന്മയിലേക്ക് വരുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ടാവേണ്ടത്. നമുക്കതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരാകാം. വിശുദ്ധ കുർബാനകൾ നമ്മൾ കൂടുന്നത് വെറുതെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് മുന്നോട്ട് വെക്കാതെ, അങ്ങനത്തെ അത്തരം നിയോഗങ്ങൾ മാത്രം വെച്ച് വിശുദ്ധ കുർബാന തീർത്ത് പോകാതെ, എൻ്റെ ഉള്ളിലെ ശത്രുതാ മനോഭാവവും വെറുപ്പും വിദ്വേഷവും മാറുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഞാൻ നിയോഗം വെക്കുമ്പോൾ ഞാൻ വെറുക്കുന്ന വ്യക്തിക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ, ഞാൻ നിയോഗം വെക്കുമ്പോൾ എൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയവന് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ, ഞാൻ നിയോഗം വെക്കുമ്പോൾ എൻ്റെ കുടുംബവുമായിട്ട് നിരന്തരം കലഹിക്കുന്ന കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചാൽ അതിലും വലിയ പ്രാർത്ഥനകളൊന്നുമില്ല.
സ്നേഹമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കുത്തുവാക്കുകളും കളിയാക്കലുകളും പൊള്ളവാക്കുകളും അവരെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഓരോ നല്ല വാക്കിലും ഒരുവന് കിട്ടുന്ന ഗുണത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഞാൻ കൊടുക്കുന്ന അപമാനത്തിൻ്റെ വാക്കുകൾ, കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകളൊക്കെ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത്. അത് ജീവിത അന്ത്യം വരെ ആ മനുഷ്യന് ചിലപ്പം വേട്ടയാണ്. ഞാൻ എൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വിടുന്ന അശുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് ഏത് തരത്തിലുള്ള വാക്കുകളായിക്കൊള്ളട്ടെ, നെഗറ്റീവായിട്ടുള്ള എല്ലാം അതൊരു വ്യക്തിയുടെ ചങ്കിൽ തറയ്ക്കുന്നത് വളരെ കനത്തിലാണ്. അതുണ്ടാക്കുന്ന മുറിവിൻ്റെ ആഴം അത്രമേൽ വലുതാണെന്ന് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം നമുക്കെടുക്കാം. ഇന്നേ ദിവസം എൻ്റെ വാക്കാൽ ആരും മുറിയപ്പെടാതിരിക്കട്ടെ. ഇന്നേ ദിവസം എനിക്ക് ആരെയും വെറുക്കാൻ സാധിക്കാതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എന്താണ് ക്ഷമയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യമുണ്ടാകുമെന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കവും അദ്ദേഹത്തെ വേട്ടയാടുന്നില്ല. അങ്ങനെ പിരിമുറുക്കം മനസ്സിനില്ലാത്തവന് ശരീരത്തിലും നല്ല ആരോഗ്യമാണ്. ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ ഇത്തരം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ആ മനോഭാവങ്ങൾ എനിക്കുമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിലെ കുരിശിൽ നിന്നും ഈശോയുടെ തിരുശരീരം ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുമ്പോൾ മാതാവിൻ്റെ മനസ്സിലൂടെ വന്ന സങ്കടം നമുക്കാർക്കും വിവരിക്കാൻ പറ്റില്ല എന്ന് സുവിശേഷത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയൊരു ചിത്രമായിട്ട് പിയാത്ത ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള വ്യത്യാസം, പരിശുദ്ധ അമ്മയ്ക്ക് ആ നിമിഷം തന്നെ അവനെ ക്രൂശിച്ചവരോടും അവനെ തള്ളിപ്പറഞ്ഞവരോടും പുച്ഛിച്ചവരോടുമെല്ലാം ക്ഷമിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആരോടും ഒരു വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാതെ സകലരോടും ക്ഷമിച്ചുകൊണ്ട് ഈശോയുടെ ഉദ്ധാനത്തിനായിട്ട് കാത്തിരിക്കുന്ന മാതാവിനെയാണ് നമ്മളവിടെ കാണുക. സ്വന്തം പുത്രനെ കൊന്നുകളഞ്ഞവരെ ശിക്ഷിക്കുവാൻ വേണ്ടി അവൾ വാദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അവൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി അയക്കുന്നതായിട്ട് കാണുന്നില്ല. ആ ശിഷ്യന്മാരെയും കൂടെ പേടിച്ചു പോയി അവരെയും കൂടെ ചേർത്ത് നിർത്തി അവർക്ക് ധൈര്യം പകരുകയും അവൻ പറഞ്ഞ നല്ല വാക്കുകളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പ്രതീക്ഷയോടുകൂടെ തന്നെ അവൻ്റെ രാജ്യം നിലനിർത്തുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു മാതാവിനെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വരുന്ന പ്രതിസന്ധികളുണ്ടാകാം. ഞാൻ അറിയാതെ വരുന്ന തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാം. വേണ്ടാത്ത ഓരോന്ന് മറ്റുള്ളവർ പറഞ്ഞു പരത്തിയത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളുണ്ടാകാം. എന്തു തന്നെയായാലും അതിനുള്ളിലെ സത്യവും അതിനുള്ളിലെ നീതിയും ഒക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ആത്യന്തികമായിട്ട് അവരോട് ക്ഷമിക്കുവാനും ഏറ്റവും ആദ്യം തന്നെ അവരോട് കലഹിക്കാൻ പോകാതെ ശാന്തരായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാം പോരായ്മ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, സ്വയം ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നിടത്താണ്. ആരെങ്കിലും എൻ്റെ നേരെ എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ടുവന്നാൽ ആദ്യമായിട്ട് ഞാനടക്കം നമ്മളെല്ലാവരും ശ്രമിക്കുക സ്വയം അതിനെ ന്യായീകരിക്കുവാനാണ്. ഇല്ല, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് ഒരു ചിന്ത. അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുവാൻ അവർ പറയുന്ന ആരോപണങ്ങൾക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ എന്നെ തന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പിക്കുവാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരം ന്യായീകരണങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ആ കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ.